സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം ആണല്ലോ ജാമിയ നൂരിയ പട്ടിക്കാട്. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരം അസറുദ്ദീൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. അതിൽ അദ്ദേഹം ഒരു മന്ത്രിയാണ് എന്ന് തോന്നുന്നുണ്ട്. എന്നിരിക്കലെ അത് കരുതിയിട്ടായിരിക്കും എന്ന് കരുതുന്നു. അത് നമ്മളതിനെപ്പറ്റി പറയുകയല്ല. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക്, അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ആയിരിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സമസ്തൻ്റെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് നയിച്ച സമസ്ത ശതാബ്ദി യാത്രയിൽ കോഴിക്കോട് ജില്ലാ സ്വീകരണത്തിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു സ്വഹാബി വന്ന് പറയുകയുണ്ടായി. എന്താ ഉസ്സൻ, മാമ്പുഴ ഇല്ല ഒരു ഉസ്സൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ മക്കൾ വീട്ടിൽ നിന്ന് ചോദിച്ചു അത്രേ, അല്ല വാപ്പ, നിങ്ങൾ സമസ്തൻ്റെയും ലീഗിൻ്റെ ആളല്ലേ, എന്താ സമസ്തൻ്റെ ജിഫ്രി തങ്ങൾ നയിക്കുന്ന റാലിയൊക്കെ ഒരു പിണറായിൻ്റെ മരുവിന് ഏതൊരു ഹിന്ദുവിനെ വിവാഹം കഴിച്ച, പിണറായിൻ്റെ മകളെ വിവാഹം കഴിച്ച ആ ചങ്ങായിനെ കൊണ്ട് ഞങ്ങളെ സമസ്തൻ്റെ അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിനിപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനക്ക് ഉത്തരം മുട്ടിത്തരാം. ഈ ഹുസൈൻ എന്ന് പറയുന്ന ഈ സുഹാബിക്ക് ഉത്തരം മുട്ടി എന്നാണ് പറയപ്പെടുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായിയുടെ മരുമകൻ മന്ത്രി റിയാസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഇതൊക്കെ ചർച്ച നടക്കുമല്ലോ കുട്ടികൾക്കിടയിൽ. അപ്പോൾ കുടുംബ ചർച്ചയ്ക്കിടയിൽ ഇങ്ങനെ എന്നോട് ചോദിച്ചു കുട്ടികൾ, അല്ല ഇപ്പം നിങ്ങൾ സമസ്തക്കാരനാണ്, ലീഗുകാരനാണ്, ഇങ്ങനെ സമസ്തൻ്റെ യാത്രയൊക്കെ പോകുന്നുണ്ടല്ലോ, അവിടെ ഇപ്പോൾ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുന്നത് റിയാസാണ്. അതായത് പിണറായി വിജയൻ്റെ മകൾ വീണയെ കെട്ടിയ ആളാണല്ലോ. അപ്പം മിശ്ര വിവാഹം സമസ്തയിൽ അനുവദനീയമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടികൾക്കറിയാം മന്ത്രി റിയാസ് കല്യാണം കഴിച്ചിരിക്കുന്നത് വീണയാണ്. ചെറിയ കുട്ടികളുമാണല്ലോ. അപ്പോൾ ഇതുവഴി നൽകുന്ന സന്ദേശം എന്താണ്? ഒരു മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കണം. പക്ഷേ സമസ്തയെ പോലുള്ള ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇത്തരം ആളുകളെ ക്ഷണിക്കുന്നതോടുകൂടി ഇവർ ചെയ്യുന്ന കാര്യങ്ങളോടും യോജിച്ചു പോകാമെന്ന ഒരു സന്ദേശം നൽകുന്നില്ലേ എന്നൊരു ചോദ്യം ആരിൽ നിന്നെങ്കിലും വന്നാൽ തെറ്റ് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് തിരുത്തി കൊടുക്കേണ്ടത്? അല്ല സുഹാബി, നിന്നോട് ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഈ അസറുദ്ദീൻ എന്ന് അദ്ദേഹം ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിലൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജാമിയ നൂരിയിൽ ഇങ്ങനെ ഇയാൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോകളും ഇദ്ദേഹത്തിൻ്റെ പരസ്യങ്ങളൊക്കെ കുട്ടികൾ എന്നോട് ചോദിക്കൂല എൻ്റെ കുട്ടികൾ, അല്ല വാപ്പ, ജാമിയ നൂരിയ അറബി കോളേജ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ അള്ളാഹിൻ്റെ ഔലിയാക്കളും പണ്ഡിതന്മാരും ഉദ്ഘാടനം ചെയ്ത് അള്ളാഹിൻ്റെ ഔലിയാക്കൾ സംഗമിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഈ ചങ്ങായിനെ കൊണ്ടിട്ട് അപ്പം നിങ്ങളെ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പൊന്നാര എന്നോട് എൻ്റെ കുട്ടികൾ ചോദിക്കൂലേ? അപ്പം എന്താണ് അജ്ജ് മറുപടി പറയാ? അപ്പോൾ എന്നോട് പറയാനുള്ളത്, എടാ സ്വഹാബി, എന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം അള്ളാഹിൻ്റെ ഔലിയാക്കൾ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പണ്ടത്തൊക്കെ കൂലി കിട്ടുന്നത് കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഇപ്പോൾ വരമ്പത്തുനിന്ന് തന്നെ കൂലി കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പം ഉള്ളത്. ഇപ്പം വരമ്പത്തുനിന്ന് തന്നെ കൂലിയാണ്. എൻ്റെ നാവെടുത്ത് സുഹാബി, എൻ്റെ നാവെടുത്ത് വായിലേക്ക് വെച്ചിട്ടില്ല അപ്പോഴത്തേനാണ് ജാമ്യൻ്റെ സമ്മേളനം. ആരെക്കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്? അതാണ് നിങ്ങൾ കളി ആരേറ്റ് വേണ്ട, സമസ്തനേറ്റ് വേണ്ട. ഇന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ
എന്തൊരു മഹലിൻ്റെ പേരും പറഞ്ഞിട്ട് പേരും പറഞ്ഞിട്ട് നിങ്ങളൊരു SMFൻ്റെ ഒരു വേദി ഒരുക്കിയല്ലോ. കുറേ എണ്ണം കുറേ സ്വഹാബികൾ അവിടെ പ്രസംഗിച്ചല്ലോ. പിന്നെ ഒന്ന് റഹ്മാൻ ഫൈസി, ഒന്ന് നാസർ കൂടത്തായി, ഒന്ന് ഏതാണ് മറ്റേ ലോക പണ്ഡിതന് ബഹാവുദ്ദീൻ നദ്വി. എന്താണ് നിങ്ങളൊരു മഹലിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടല്ലോ. ഒരു മഹലിന് കൊടുക്കുമ്പോൾ ഒരു സന്ദേശം ഉണ്ടല്ലോ. എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുത്തത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന അജയ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് അവർകളെ, ആ മഹാനായ പണ്ഡിത വര്യനെ നിങ്ങൾ വളരെ മോശമായി ചിത്രീകരിച്ചതില്ലേ. ആ പവിത്രമായ മണ്ണ് എന്ന് പറഞ്ഞാൽ ജാമിയ നൂരിയ എന്ന് പറയുന്ന ആ മഹത്തായ ഫൈസാബാദ് അല്ലേ, ആ ഉമ്മുൽ മദാരിസീൻ, അത് നിങ്ങൾ എന്തേ കരുതിയത്? മഹാനായ ഷെയ്ഖുന ഒരു കാലഘട്ടത്തിൻ്റെ മുജദ്ദിദായിരുന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി തിരുപ്പനച്ചി ഉസ്താദും ബഹുമാനപ്പെട്ട നമ്മളെ കണ്ണേര മൗല തങ്ങളവറുകൾ പോലെയുള്ള മഹാന്മാർ, തിരുപ്പനച്ചി ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ പറയുമായിരുന്നു, പിന്നെ ഇന്ന് ഇങ്ങോട്ട് വരണ്ട, ഞായറാഴ്ച ചെന്നാൽ പൊതുസമ്മേളനത്തിന് അന്ന് ഞായറാഴ്ച പിന്നെ ദുആക്ക് പിന്നെ മഹാനവറുകളെ തേടിയെത്തുന്ന പിന്നെ നസീഹത്ത് കൊടുക്കുമായിരുന്നു. നിങ്ങൾ ഇന്നൊക്കെ ജാമ്യക്ക് പോയിക്കോളിയും, അവിടെ ഷാഫി ഇമാമ് വരുന്നുണ്ട്, അവിടെ ബുഖാരി ഇമാമ് വരുന്നുണ്ട്, മഹാന്മാർ വരുന്നുണ്ട്, മഹാന്മാരുടെ റൂഹാനികൾ അവിടെ ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ ആ നാമിയും പറഞ്ഞോളി, എന്ത് കാര്യം അവിടുന്ന് ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആ കിട്ടും എന്ന് പറഞ്ഞ ആ ജാമിയ നൂരിയൻ്റെ മണ്ണിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനെ അധിക്ഷേപിക്കുന്ന ഒരു വേദിയായിട്ട് പട്ടിക്കാട് ജാമിയ നൂരിയ മാറിയെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഇത് പ്രതിഷേധിക്കേണ്ടതും അതിനപ്പുറം കടന്നിരിക്കുന്നു. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ സ്ഥാപനമാണ്. സമസ്തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനത്തിൽ സമസ്തൻ്റെ ആലിമീങ്ങൾക്കും സമസ്തൻ്റെ പ്രസിഡന്റിനും എതിരെ ഉറഞ്ഞു തുള്ളുന്ന സ്വഹാബികളെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. മഹല്ലുകളും മദ്രസകളും കമ്മിറ്റികളും പൊതുജനങ്ങളും സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പ്രവർത്തകരും ഉണർന്ന് ചിന്തിക്കേണ്ട ഈ പറയുന്ന ഈ ലോക പണ്ഡിതന് സയ്യിദുൽ ഉലമ ഇപ്പോൾ ഈ കുത്തുബായിൻ്റെ പിന്നെ ഒരു സംഗമത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങരവലുകൾ എന്തു പറഞ്ഞു? പിന്നെ നമ്മളെ മഹല്ലത്തിൽ എല്ലാ മഹല്ലുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണം. എന്താണ് തങ്ങൾ ഉസ്താദ് പറഞ്ഞതിൽ തെറ്റ്? ഈ പറയുന്ന ഈ ലോക പണ്ഡിതൻ എന്ന് പറയുന്ന ഈ നദ്വി സമസ്തൻ്റെ കേന്ദ്ര മുഷാവറ മെമ്പറാണ്. അദ്ദേഹത്തിന് എന്താ ഇത്ര ചൊറിച്ചില്? അല്ലെ റഹ്മാൻ ഫൈസിക്ക് എന്താ ഇത്ര ചൊറിച്ചില്? ഇവർക്കൊക്കെ എന്താ ഈ സ്വഹാബി പണ്ഡിതന്മാർക്ക് എന്താ ഇത്ര ചൊറിച്ചില്? അപ്പൊ ഇവരൊക്കെ ഒരു നിഗൂഢ, അതായത് ഗൂഢതന്ത്രം ഇവര് ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ചാപ്പനങ്ങാട് ഉസ്താദൊക്കെ രൂപീകരിച്ച അതിൻ്റെ തലപ്പത്തിരുന്ന ഈ മഹത്തായ സംഘടന ദുരുപയോഗം ചെയ്തിട്ട് ഇവർ എന്തൊക്കെ അണിയറയിൽ എന്തൊക്കെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹല്ലടിസ്ഥാനത്തിൽ. അത് സമസ്തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവരെ കളികൾ നടക്കൂല, അല്ലാതെ സ്വഹാബികളുടെ കളികൾ നടക്കൂല. അതായത് മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുക, മഹല്ലിൽ അടിപിടി ഉണ്ടാക്കുക. 89 കാലഘട്ടത്തിൻ്റെ അവിടേക്കാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ പിന്നെ കൊണ്ടുപോണത്. അതിനെതിരെ സമസ്തൻ്റെ ആലിമീങ്ങൾ പഠിച്ചു. അതുകൊണ്ടാണ് സയ്യിദുൽ ഉലമ അന്ന് ഇപ്പൊ ഈ ഖുതുബായിൻ്റെ ഈ സംഗമത്തിൽ വെച്ചുകൊണ്ട് സമസ്തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണം, സമസ്തൻ്റെ 100-ാം വാർഷികത്തിന് മുമ്പോ ശേഷോ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കൂടിയിട്ട് ഒരു സംഗമം, സമസ്ത മഹല്ല് സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തണം എന്ന് പറഞ്ഞത്. എന്തായാലും ഇത്തരം പ്രശ്നമല്ലത്. സമസ്തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലാതെ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ പേരിലല്ല രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് ഹാലിളകിക്കാണ് സുഹാബികൾക്ക്. നിങ്ങളെ ഈ കളി ഉണ്ടല്ലോ, ഇത് സമസ്തനേറ്റ് വേണ്ട മക്കളെ. ഏത് കുട്ടിയസന്താരിമയായാലും ശരി, ഏത് കൊമ്പനായാലും ശരി, സമസ്തനേറ്റ് കളിച്ചാൽ അള്ളാഹിൻ്റെ ഔലിയാക്കൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ പ്രതിനിധികളെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ആ പ്രതിനിധികൾക്ക് എന്ത് സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്? പിന്നെ ജനങ്ങൾ പിന്നെ മഹല്ലിൽ അടിപിടി ഉണ്ടാക്കി. ജിഫ്രി തങ്ങൾ ഇങ്ങനെന്ന് പറഞ്ഞിട്ടുണ്ട്, സമസ്തന്റെ രജിസ്ട്രേഷൻ നടക്കൂല, ഇവിടെ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ ചിത്രത ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുക, എന്നിട്ട് തമ്മിൽ തല്ലിച്ച. ഇതാണോ മഹല്ലിന്റെ പ്രതിനിധികളെ മുമ്പിലിരുത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം? ഇതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഈ സ്വഹാബികൾ ഇന്നോ ഇന്നലെയോ തുടത്തിയതല്ല, ഇവരെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനിയും സമസ്തന്റെ ഉലമാക്കൾ, സമസ്തന്റെ മുഷാവറ ഇനിയും ഇവരുടെ കളി പിടിച്ചു കെട്ടിയിട്ടില്ല എങ്കിൽ
അള്ളാഹിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഈ മുസ്ലിം ഇവര് ഉമ്മത്തിനെ തകർക്കാനും ഉമ്മത്തിൻ്റെ അടിയിൽ ഭിന്നിപ്പുണ്ടാക്കും, ഇത് പുലർത്താനും ഒരു കമ്മിറ്റി അടക്കം ഇവർ രൂപീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് സയ്യിദുൽ ഉലമക്കെതിരെ ഉറഞ്ഞു തുള്ളിയ സമസ്തന്റെ യഥാസ്ഥിതി എന്തൊക്കെ സ്ഥാനം അദ്ദേഹം വഹിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് മുഴുവെടുത്ത് പുറത്തേക്കിടണം. ഇദ്ദേഹം ഇന്നും ഇന്നലെയും തുടർത്തി കുത്തിത്തിരിപ്പല്ല. ഇപ്പൊ ഇയാള് സമസ്തന്റെ മുഷാവറ മെമ്പർമാർക്കും സമസ്തന്റെ സെക്രട്ടറിക്കും സമസ്തന്റെ പ്രസിഡന്റും എതിരെ ഇയാൾ തിരിയണേ. ഇനിയും ഇയാളെ സമസ്തന്റെ മുഷാവറയിൽ നിർത്തിയാൽ സമസ്ത അള്ളഹാനോട് മറുപടി പറയേണ്ടി വരും. കാരണം ഇയാൾ ഉള്ളിലിട്ട് കുത്തിത്തിരിപ്പാണ്. ഈ സമസ്തന്റെ മുഷാവറയിൽ നിന്ന് എടുത്ത് പുറത്ത് കിട്ടാ പോരെ, എന്നാ വിഷയം കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ പാടായി. എന്താ ആയിക്കോട്ടെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എന്താച്ചാ കുറച്ചോട്ടെ.